ട്രേഡിംഗ് മീഡിയയുടെ പ്രീ മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. US മാർക്കറ്റ് പോസിറ്റീവായിട്ട് ട്രേഡ് ചെയ്യാണ്. ഡൗ ജോൺസ് 200 പോയിൻറ്റ് പോസിറ്റീവാണ്. S&P 17 പോയിൻറ്റും നസ്ഡാക്ക് 70 പോയിൻറ്റും പോസിറ്റീവായിട്ട് ട്രേഡ് ചെയ്യാണ്. യൂറോപ്യൻ മാർക്കറ്റ് ഒരു മിക്സഡ് ട്രെൻഡിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഗിഫ്റ്റ് നിഫ്റ്റി 32 പോയിൻറ്റ് നെഗറ്റീവായിട്ട് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 32 പോയിൻ്റാണ് നെഗറ്റീവ്. പക്ഷേ US മാർക്കറ്റ് പോസിറ്റീവാണ്. മിക്കവാറും ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങിനുള്ള സാധ്യത ഇന്ത്യൻ മാർക്കറ്റിലുണ്ട്. നമുക്ക് ഡേ ക്യാൻഡിലോട്ട് പോവാം. ഡേ ക്യാൻഡിൽ ഇന്നലത്തെ മാർക്കറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ എക്സ്പയറി ആയിരുന്നു. മാർക്കറ്റ് വോളട്ടൈൽ മാർക്കറ്റ് ആയിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും വോളട്ടൈൽ മാർക്കറ്റ് അല്ല. പക്ഷേ മാർക്കറ്റ് സൈഡ് വൈസ് ആയിരുന്നുവെങ്കിലും മാർക്കറ്റ് വോളട്ടൈൽ ആയിരുന്നു. നമുക്ക് സാധാരണ ഈ ഒരു വോളട്ടൈൽ മാർക്കറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയൊരു റേഞ്ചിനുള്ളിലായിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡിലോട്ടായിരിക്കും മാർക്കറ്റ് ഒറ്റയടിക്ക് കയറി പോവുകയും ഇറങ്ങി വരിക. പക്ഷേ ഇന്നലെ ഒരു റേഞ്ചിനുള്ളിലാണ് മാർക്കറ്റ് വോളട്ടൈലായിരുന്നത്. അതിൻ്റെ വിക്കുകൾ കണ്ടു കഴിഞ്ഞാൽ അറിയാം. ഏകദേശം ഈ ഏരിയയിൽ നിന്ന് തുടങ്ങിയതാണ്. ഇവിടെ നിന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് താഴോട്ട് വന്ന് പിന്നെ ഒന്ന് കയറാൻ തുടങ്ങിയതിന് ശേഷമാണ് ഈ വിക്കുകൾ 15 മിനിറ്റാണിത്. ഈ വിക്കുകൾ കണ്ടു കഴിഞ്ഞാൽ അറിയാം മാർക്കറ്റ് മാർക്കറ്റ് ഒരു സ്റ്റഡി ആയിട്ടല്ല മാർക്കറ്റ് പോയിക്കൊണ്ടിരുന്നത്. കാരണം ഒരു സെല്ലേഴ്സും ആക്റ്റീവായിരുന്നു, ബയ്യേഴ്സും ആക്റ്റീവായിരുന്നു. മാർക്കറ്റ് താഴോട്ട് പോകുമ്പോഴത്തേക്കും ഈ വിക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം 15 മിനിറ്റിൽ ഈ ഒരു വിക്ക് വരുന്നതെന്ന് പറയുന്നത് അവിടെ മാർക്കറ്റിനെ താഴോട്ട് ഏകദേശം 830 ഇന്നലെ നമ്മൾ വരച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ലെവലെന്ന് പറയുന്നത് പ്രീവിയസ് റെസിസ്റ്റൻസ് ആണ്. അപ്പം തിരിച്ചവിടെ വരുന്ന സമയത്ത് അത് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തു. അപ്പോൾ മാർക്കറ്റിനെ സെല്ലേഴ്സ് താഴോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചെങ്കിലും മാർക്കറ്റിനെ അവിടെ നിന്ന് ബയ്യേഴ്സ് പൊക്കി കൊണ്ടുവന്നു. മുകളിലോട്ട് പോയപ്പോൾ എന്ത് സംഭവിച്ചത്, ഇന്നലത്തെ ആ ഒരു ഈ ഒരു ഹൈക്ക് മുകളിലോട്ട് മാർക്കറ്റിനെ വിടുന്നുമില്ലായിരുന്നു. അവിടെ എത്തുമ്പോഴൊക്കെ അവിടെ സെല്ലേഴ്സ് ആക്റ്റീവായിരുന്നു. സെല്ലേഴ്സ് മാർക്കറ്റിനെ താഴോട്ട് കൊണ്ടുവന്നു, ബയ്യേഴ്സ് മുകളിലോട്ട് കൊണ്ടുപോകുന്നു. അങ്ങനെ പയ്യെ മാർക്കറ്റ് മുകളിലോട്ട് കയറിയെങ്കിലും സെല്ലേഴ്സും ബയ്യേഴ്സും കൃത്യമായിട്ട് ആ ഒരു റേഞ്ചിൽ ആക്റ്റീവാണ്. അപ്പം ഇന്നും ഈ ഒരു റേഞ്ചിലൊരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് വരുന്നതെങ്കിൽ മിക്കവാറും ഇന്നും ഒരു സൈഡ് വേസിനുള്ള സാധ്യത മാർക്കറ്റിലുണ്ട്. ഇന്നും സൈഡ് വേസിലാണ് പോകുന്നതെങ്കിൽ നാളെ ഒരു നല്ലൊരു ബ്രേക്കൗട്ടിനുള്ള സാധ്യത. സെൻസെക്സിൻ്റെ എക്സ്പയറി ആണ് നാളെ. സെൻസെക്സിൻ്റെ എക്സ്പയറി ചിലപ്പം സംഭവബഹുലവുമായിരിക്കും. ഇന്നും കൂടെ സൈഡ് വൈസ് ആണ് പോകുന്നതെങ്കിൽ ഒരു റേഞ്ച് ബൗണ്ടിൽ ഇന്നലത്തെ ആ ഒരു റേഞ്ചിൽ തന്നെ മാർക്കറ്റ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ സെല്ലേഴ്സും ബയ്യേഴ്സും ഈ ഒരു റേഞ്ചിൽ മാർക്കറ്റിനെ നിർത്തിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നും കൂടി നാളത്തെ സെൻസെക്സിൻ്റെ എക്സ്പയറി നല്ല മൂവ്മെൻറ്റ് ഉണ്ടാവും. പക്ഷേ മാർക്കറ്റിൽ ഇന്ന് CPR വരുന്നത് നാരോ CPR കൂടെയാണ്. അപ്പം മാർക്കറ്റ് ചിലപ്പോൾ ഒരു അപ്പ് മൂവ്മെൻറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. സൈഡ് വൈസ് അല്ലെങ്കിൽ മുകളിലോട്ടുള്ളൊരു മൂവ്മെൻറ്റിന് സാധ്യതയുണ്ട്. ഡേ ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡോജി ക്യാൻഡിലാണ് താഴെ നിന്ന് മാർക്കറ്റിനെ മുകളിലോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. നമുക്ക് ഇന്നത്തെ ലെവൽസിലോട്ട് പോവാം. 15 മിനിറ്റ്സിൻ്റെ മുകളിലോട്ട് ഈ ഒരു ഏരിയ ഈ ഒരു 2 ക്യാൻഡിൽ വന്നിരിക്കുന്ന ഏരിയ ഏകദേശം 4-ാം തീയതി മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് താഴോട്ട് വന്നതിന് ശേഷമുള്ള ഇവിടെ ഒരു സോണ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. 2 ബേസ് ക്യാൻഡിൽ വന്നിട്ടുള്ള ഈ ഒരു ഏരിയ ഫുള്ള് സെല്ലേഴ്സ് അവിടെ ആക്റ്റീവാണ് ഇപ്പോഴും. അതുകൊണ്ടാണ് മാർക്കറ്റ് ഇന്നലെ ഓപ്പൺ ചെയ്തപ്പോഴും അതിന് മുന്നേയും ഈ ഒരു ഏരിയയിലെന്ന് പറയുന്നത് കഴിഞ്ഞ തിങ്കളാഴ്ച മാർക്കറ്റ് ഒരു ഫോള് വന്നത് ഈ ഭാഗത്തു നിന്നാണ്. ഇന്നലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തുകൊണ്ട് തന്നെ അവിടെ നിന്നൊരു ഫോള് വരികയും ചെയ്തു. അപ്പം ഈ ഒരു ഏരിയയിലെന്ന് പറയുന്നത് ഇപ്പോഴും സെല്ലേഴ്സ് ആക്റ്റീവാണ്. അപ്പം ഈ ഒരു ഏരിയ മാർക്കറ്റ് മുകളിലോട്ട് സസ്റ്റെയിൻ ചെയ്ത് മുകളിലോട്ടൊരു ബ്രേക്കൗട്ട് കിട്ടി മുകളിൽ സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ മുകളിലോട്ടൊരു മൂവ്മെൻറ്റിനുള്ള സാധ്യതയുള്ളൂ. അതുവരയ്ക്കും ചിലപ്പം ഇന്നലെ ഉണ്ടായിരുന്നത് പോലത്തെ ഒരു സെല്ലിംഗ് പ്രഷർ മുകളിൽ നിന്ന് വന്നുകൊണ്ടേയിരിക്കും. അപ്പം ഏറ്റവും സേഫ് മുകളിലോട്ട് എൻട്രി എടുക്കാനുള്ള ഏറ്റവും സേഫായിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഇതിന് മുകളിലോട്ടൊരു ബ്രേക്കൗട്ട് കിട്ടണം. ഈ ഒരു വിക്കിന് മുകളിൽ 920 മുകളിൽ
ഒരു ബ്രേക്കൗട്ട് 15 മിനിറ്റ്സിൽ കിട്ടിയാൽ മാത്രമേ മാർക്കറ്റ് മുകളിലോട്ട് സസ്റ്റെയിൻ ചെയ്ത് കയറി പോകാൻ സാധ്യതയുള്ളൂ. 24,920 മുകളിലോട്ട് മാർക്കറ്റ് 15 മിനിറ്റ് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ ചിലപ്പോൾ നല്ലൊരു മൂവ്മെൻറ്റ് മുകളിലോട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഈ ഒരു ഹൈ വയ്ക്കാം. ഓക്കെ, 970 ടാർഗറ്റ് വയ്ക്കാം. 920 മുകളിൽ ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 24,970 ടാർഗറ്റ് വയ്ക്കാം. സെക്കൻഡ് ടാർഗറ്റ് വരുന്നത് 25,000. ചിലപ്പോൾ ഇവിടെ നിന്ന് ഈ ഒരു റേഞ്ച് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 24,970 ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു റെസിസ്റ്റൻസ് വരാൻ സാധ്യത കുറവാണ്. ഈ ഒരു ഏരിയയിൽ റെസിസ്റ്റൻസിന് സാധ്യത കുറവാണ്. 970 ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 25,060 വരയ്ക്കും കയറിപ്പോകാനുള്ള സാധ്യത ഉണ്ട്. 25,60. ഓക്കെ, അപ്പം ശ്രദ്ധിക്കുക, 24,900 ഈ ഒരു ഏരിയ കൃത്യമായിട്ട് ബ്രേക്കൗട്ട് കിട്ടി മുകളിൽ സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ മാർക്കറ്റ് മുകളിലോട്ട് കയറി പോകത്തുള്ളൂ. 24,970 25,060 വരയ്ക്കും മാർക്കറ്റ് മുകളിലോട്ട് കയറി പോകാൻ സാധ്യതയുണ്ട്. താഴോട്ടുള്ള ലെവൽസ് ഇത് തന്നെയാണ്. 830 താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടണം. 15 മിനിറ്റിൽ മാർക്കറ്റ് ഒരു ഗ്യാപ്പ് ഡൗണോ ഫ്ലാറ്റ് ഓപ്പണിങ്ങോ വന്നാലും ഇവിടെ നിന്ന് മാർക്കറ്റ് ബയേഴ്സ് ഇവിടെ നിന്ന് മാർക്കറ്റിനെ കയറ്റി വിടാൻ സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഇവിടെ ബയേഴ്സ് ആക്റ്റീവാണ് ഈ ഒരു റേഞ്ചിൽ. അതുപോലെ തന്നെ 920 താഴെ സെല്ലേഴ്സും ആക്റ്റീവാണ്. അപ്പം ഈ രണ്ട് റേഞ്ചും മുകളിലോട്ടോ അല്ലെങ്കിൽ താഴോട്ടോ ബ്രേക്കൗട്ട് കിട്ടിയാൽ മാത്രം താഴോട്ടോ മുകളിലോട്ടോ എൻട്രി എടുക്കുക. താഴോട്ടുള്ള ടാർഗറ്റ് 24,750. 24,750. മാർക്കറ്റ് ഒരു ഗ്യാപ്പ് അപ്പ് ഒക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് കിട്ടി ആദ്യത്തെ ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ ഒരു ഗ്യാപ്പ് അപ്പ് കിട്ടിയ ആദ്യത്തെ ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ തന്നെ സെല്ലിംഗ് പ്രഷർ ഉണ്ട് എന്നുണ്ടെങ്കിൽ 830 വരയ്ക്കും മാർക്കറ്റ് ഇറങ്ങി വരാൻ സാധ്യതയുണ്ട്. ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ബയേഴ്സ് ആക്റ്റീവ് അല്ല എന്നാണ് അതിനർത്ഥം. ഇത് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ മാർക്കറ്റിനെ നേരെ താഴോട്ട് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. എങ്കിലും ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ ഒരു റേഞ്ചിലുള്ള ഒരു ഇന്നലത്തെ ആ ഒരു റേഞ്ചിൽ ഉള്ള ഒരു സൈഡ് വേസ് അല്ലെങ്കിൽ മുകളിലോട്ടുള്ള ഒരു മൂവ്മെൻ്റാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇനി 830 താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ താഴോട്ട് എൻട്രി എടുക്കാം. 750 ഫസ്റ്റ് ടാർഗറ്റ്. സെക്കൻഡ് ടാർഗറ്റ് ഇത് തന്നെയാണ്. 630 വരയ്ക്കും മാർക്കറ്റ് ഇറങ്ങി വരാൻ സാധ്യതയുണ്ട് താഴോട്ട്. നമുക്ക് ഇൻട്രാഡേ ലെവലിലോട്ട് പോകാം. ഇൻട്രാഡേ ഇന്നലത്തെ ഡേറ്റ നോക്കാം. ഡേറ്റ സമ്മറി. സ്റ്റോക്ക് 2000 FIS ഇന്നലെ ബൈയിങ് ആയിരുന്നു. സ്റ്റോക്ക് 250 കോടിക്ക് FISും ബൈ ചെയ്തിട്ടുണ്ട്. ഇത് ഇന്നലത്തെ ഡേറ്റ തന്നെയാണ്. യെസ്, 9-ാം തീയതി. FIS 250 കോടിക്ക് സ്റ്റോക്ക് ബൈ ചെയ്തിട്ടുണ്ട്. DISും 83 കോടിക്ക് സ്റ്റോക്ക് ബൈ ചെയ്തിട്ടുണ്ട്. നെറ്റ് ബൈയിങ് ആണ് രണ്ടുപേരും. ബാക്കി ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുന്നില്ല. ചാർട്ട് നോക്കാം. ഇന്നത്തെ ഇൻട്രാഡേയുടെ ചാർട്ട്. ഇന്നും CPR നാരോ CPR ആണ്. 24,853 മുതൽ 863 വരെ 10 പോയിൻറ്റിൻ്റെ CPR ആണ്. സപ്പോസ് ഒരു ഗ്യാപ്പ് ഡൗൺ വരികയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് CPR അല്ലെങ്കിൽ 24,822 830 മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറാൻ സാധ്യത കൂടുതലാണ്. താഴോട്ട് ഞാൻ വരച്ചിട്ടില്ല, കാരണം എൻ്റെ വ്യൂ എന്ന് പറയുന്നത് ഒരു ഗ്യാപ്പ് ഡൗൺ വന്നു കഴിഞ്ഞാലും ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറാൻ സാധ്യതയുള്ളതുകൊണ്ടാണ്. താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് താഴോട്ടുള്ള ലെവൽസ് വാട്സപ്പ് ഗ്രൂപ്പിൽ തരാം.
താഴത്തെ ലെവൽസ് 24,822, 24,830 നാരോ CPR ആണ്. CPR മിക്കവാറും CPR സപ്പോർട്ട് കിട്ടും. CPRനുള്ളിലാണ് ഒരു ഓപ്പണിംഗ് വരുന്നതെങ്കിൽ സപ്പോർട്ട് കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ്. മുകളിലോട്ടുള്ള ലെവൽസ് 24,912 തൊട്ട് 24,902 വരേക്കാണ്. ഇത് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 100 പോയിൻറ്റിൻ്റെ മൂവ്മെൻറ്റ് മുകളിലോട്ട് കിട്ടും. 24,973, 25,000 വരയ്ക്കും മാർക്കറ്റ് മുകളിലോട്ട് കയറി വന്നേക്കും. ഇന്നലത്തെ ആ ഒരു സെല്ലിംഗ് പ്രഷറുള്ള ഏരിയ ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയൊക്കെ ബ്രേക്കൗട്ട് സ്ട്രോങ് ഒരു 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ സ്ട്രോങ് ആയിട്ടൊരു ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 25,000 വരയ്ക്കും മാർക്കറ്റ് കയറി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ബാക്കി അപ്ഡേഷൻസ് ലൈവ് മാർക്കറ്റിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലുണ്ടാവും. ലിങ്ക് താഴെയുണ്ട്. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക്